പാണക്കാട്ടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്കാണ് ഇനി. പെരുന്നാൾ സന്ദേശം പകർന്ന് ഗൃഹസന്ദർശനം നടത്തുകയാണ് പാണക്കാട്ടെ തങ്ങന്മാർ. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട്. പെരുന്നാളാണെങ്കിലും നോമ്പാണെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുക പാണക്കാട്ടേക്കാണ്. ഇത്തവണയും പാണക്കാട് പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുകയാണ്. പാണക്കാട്ടെ സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങന്മാർ വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ നടന്ന് പെരുന്നാളിൻ്റെ അതിൻ്റെ സന്ദേശം കൈമാറുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പാണക്കാട് തന്നെയുള്ള ഒരു വീട്ടിൽ പാണക്കാട് സാദിഖലി തങ്ങൾ, ഒപ്പം തന്നെ ബഷീർ തങ്ങൾ, മുനവർ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ. അങ്ങനെ പെരുന്നാളിൻ്റെ ഭാഗമായി വീട്ടിലേക്ക് എത്തിയതാണ്. ഈ എല്ലാ പെരുന്നാളിലും ഇങ്ങനെ വീടുകൾ ഇങ്ങനെ സന്ദർശിക്കുക അങ്ങനെയാണോ? അതെ, പെരുന്നാളിൽ ഞങ്ങൾ എല്ലാ വീടുകളിലും സന്ദർശിക്കും, ബന്ധു വീടുകളിലൊക്കെ. ഇപ്പോൾ ഈ പള്ളിയും അതിന് പരിസരത്തൊക്കെ നമ്മുടെ ബന്ധു വീടുകൾ തന്നെയാണ്. അവിടെയൊക്കെ വന്ന് പോയിട്ട് ചെറുതായിട്ടൊരു മധുരം കഴിച്ചിട്ടായിരിക്കും ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്ക് പോവുക. സംസ്കാരം കഴിഞ്ഞ്, പെരുന്നാൾ സംസ്കാരം കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള നമ്മളെ ആദ്യകാല കുടുംബത്തിലുള്ള അവരുടെ വീടുകളിലൊക്കെ കയറി എല്ലാ സൗഹൃദവും സന്തോഷവും പങ്കിടാമാണ്. നാട്ടുകാരെയും കുടുംബക്കാരെയും കൂടുതൽ കാണാനുള്ള അവസരം കൂടിയാണ് പെരുന്നാൾ. പ്രത്യേകിച്ച് ഈ ഒരു വലിയ പെരുന്നാൾ ഒരുപാട് പ്രയാസങ്ങൾ ലോക മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയിലെ പ്രയാസങ്ങൾ, യുദ്ധങ്ങൾ, ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമ്പോഴും നമ്മൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ഒരു വലിയ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് നൽകാനുള്ളത്. ഇതൊരു കൂടുതൽ സൗഹൃദത്തിൻ്റെയും ബഹുസ്വര സമൂഹത്തിൽ കൂടുതൽ നമ്മുടെ സ്നേഹത്തെ ഊഷ്മളമാക്കാനും ഈ ഒരു സന്ദർഭം നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഈ ഒരു സന്ദർശനവും അതുപോലെ ഈ ഒരു കൂടിക്കാഴ്ചയും ഒക്കെ. പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് മധുരമൊക്കെ കഴിച്ച് ഇങ്ങനെ വിവിധ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ സന്ദേശം തന്നെ. അത് പാണക്കാട് അക്ഷരാർത്ഥത്തിൽ അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത കൂടി ഇതിനുള്ളത്. സമീർ ബിൻ കരീം, 24 മലപ്പുറം.